നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചന്ദ്രബോസിന് ഇപ്പൊ പലരെയും തല്ലാനും കൊല്ലാനും ഒക്കെ കൈധരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ 8ആയിട്ട് മടക്കി അങ്ങ് വെച്ചാ മതി. കോടതി ഇപ്പൊ കണ്ട CCTV ഫുട്ടേജ് എവിടുന്ന് കിട്ടിയെന്ന് ജഡ്ജിയുടെ ചേംബറിലുള്ള കൂടിക്കാഴ്ചയിൽ ഞാനോ അർജുനോ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ചന്ദ്രബോസിന്റെ ദേഹത്തിപ്പോ ഈ യൂണിഫോം ഉണ്ടാവില്ലായിരുന്നു. ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതി ഞങ്ങളങ്ങ് വിട്ടതാ. അതുകൊണ്ട് ചിറ്റപ്പൻ ചമഞ്ഞ് കൂടുതൽ നെകളിക്കാൻ നിൽക്കണ്ട. പക്ഷെ എന്തൊക്കെ വിട്ടാലും നമ്മൾ തമ്മിൽ മറ്റൊരു വിഷയത്തിൽ വിശദമായ കൂടിക്കാഴ്ച വേണ്ടിവരും ചന്ദ്രബോസെ. കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ കെട്ടിയിറക്കപ്പെടുന്ന കേന്ദ്ര സർവീസിലെ ഏമാമാരെ കുറിച്ച്. താനടക്കമുള്ള പോലീസുകാരുടെ ദേഹത്ത് കൈവച്ചുമായി ബന്ധപ്പെട്ട കേസിൽ വക്കാലത്ത് പറയാനാ അവരിപ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതാണോ ഈ കേരള പോലീസ് സർവീസും കേന്ദ്ര സർവീസിൽ നിന്ന് നമ്മുടെ തലയ്ക്ക് മേലെ കെട്ടിയിറക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. രോഹിത്തെ, ഭാര്യയ്ക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു വിട്. ജയിലിലൊക്കെ ചെന്ന് കാണാൻ വലിയ പാടാ. മൃഗശാലയിലെ പോലെ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും. കമ്പിവലക്കകത്തൊക്കെ കാണാൻ പറ്റും. ആക്രമണോത്സുകയായ വന്യമൃഗമല്ലേ. ഇത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച ആവട്ടെ എന്നാ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഒരിക്കൽ ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മുഖമാണ് ഈ മുഖം. ഇപ്പൊ ഞാൻ ഏറ്റവും വെറുക്കുന്നതും നിന്നെ തന്നെയാ. ആ ജയിലിൽ തന്നെ ആവട്ടെ നിന്റെ അവസാനവും. ഈ ജയിലെന്നൊക്കെ പറയുന്നത് കാണാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ലേ. മൃഗശാലയിലെ പോലെ ടിക്കറ്റൊക്കെ എടുത്ത് കാണണ്ടേ. അപ്പൊ എനിക്ക് പറയാനുള്ളതും കൂടി പറയാലോ അല്ലേ. നീ പറഞ്ഞോ സുസ്മിതേ, ഒരുപക്ഷെ ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണെങ്കിലോ. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. സുസ്മിതയ്ക്ക് ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ എനിക്കിതൊരു പാഠമാ. ചെയ്തതൊക്കെ തിരുത്തി നിങ്ങളൊക്കെ ഉപദേശിക്കും പോലെ ആശ്രമ ജീവിതത്തിലേക്ക് പോവാനല്ല. ചെയ്തതൊക്കെ ഒരു പുനർവിചാരണ ചെയ്യണം. എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതൊക്കെ തിരുത്തി കൂടുതൽ കൃത്യമായി മർമ്മത്ത് തന്നെ അടിക്കണം. സുസ്മിത റീലോഡഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സുസ്മിത തിരിച്ചു വരും. എന്നെ ജയിലിലാക്കാൻ വേണ്ടി കുറച്ച് വിയർപ്പൊഴുക്കിയതല്ലേ. നിന്റെ മുഖത്തെ ഈ പരിഹാസവും വിജയവും ചേർന്നുള്ള ഈ ചിരി പെട്ടെന്ന് മായും. നെഞ്ചു പൊട്ടി കരയേണ്ടി വരും. ഒന്ന് പോടി. ഇപ്പോഴും ഞാൻ ഖേദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. അന്നൊരിടി കൂടുതൽ ഇടിച്ചാൽ മതിയായിരുന്നു. ആ സാരമില്ല. ഇനി നീ ജീവിക്കുന്നതും ചത്തതിന് തുല്യായിരിക്കും. ശാലിനി, ജയിച്ചു അല്ലേ? പിന്നല്ലാതെ. ആ സുസ്മിതേ, പിന്നെ ഞാൻ അന്ന് തന്ന ₹1 നാണയമില്ലേ നിന്റെ വഴിച്ചെലവിന്, അതെ അതങ്ങ് കളഞ്ഞേക്ക്.
കാരണം എന്തായാലും ഇനി നിനക്കതിന്റെ ആവശ്യം വരില്ലല്ലോ. അല്ല, വേറെങ്ങോട്ടും പോവാനില്ലല്ലോ. പോവാൻ ചിറ്റപ്പ. നീ കേറ്. ചിറ്റപ്പ, എന്താ മോളെ? വേറെന്ത് ഞാൻ സഹിക്കും. പക്ഷെ ശാലിനി, അവളാ എന്റെ ജീവിതം മുഴുവൻ തകർത്തത്. അവളുടെ മുഖത്തെ വിജയോന്മാദത്തിലുള്ള ആ ചിരിയുണ്ടല്ലോ, അത് മാത്രം എനിക്ക് താങ്ങാനാവില്ല. ചിറ്റപ്പൻ എന്താ വേണ്ടേ? മോള് പറ. അവളുടെ മുഖത്തെ ചിരി എന്നേക്കുമായി അണയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളു ചിറ്റപ്പ. ശാരദാമ്മ. ആ, അത് ചിറ്റപ്പൻ ഏറ്റു മോളെ. മോള് വണ്ടി കയറ്. ഇവിടെ അകത്തോട്ട് കയറ്റ്. ഒടുവിൽ സത്യം ജയിച്ചു ഭാമേ. ഈ ലോകം അത്രയൊന്നും ഈലടഞ്ഞല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്നതേ. ഭാമേ, നീ എങ്ങോട്ടാ? ഓ, ഡ്രോയിലെ പിസ്റ്റൾ എടുക്കാനാവും. അവസാന വിധി തീർപ്പ് നിന്റേതായിരിക്കുമെന്നാണല്ലോ നീ വീമ്പിളക്കിയിരുന്നത്. അതൊന്നും നടക്കില്ല ഭാമേ. ലോകം സത്യഭാമയ്ക്ക് ചുറ്റും അല്ല കറങ്ങുന്നതെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ഈ വീടിന്റെ വരാൻ ഒരു കസേരയിട്ടിരുന്നാ നിനക്ക് മുമ്പിൽ കൈവണങ്ങി കുഞ്ഞു നിൽക്കുന്ന നല്ല ലോകം. അതിനുമപ്പുറം ഒരു ലോകവും നീതിന്യായവും ഉണ്ട്. ഇവിടെ ഏത് ശിക്ഷാ നിയമത്തിന്റെ പേരിലാണ് നീ നീതി നിർവഹണം നടത്തുന്നതെന്ന് അമീർ അബ്ദുള്ള ചോദിച്ചപ്പോ എന്താ ഭാമേ നീ മറുപടി പറയാറുള്ളത്? പറയാൻ നിനക്കൊരു മറുപടി ഇല്ലായിരുന്നു. നിന്റെ മനസാക്ഷി, നിനക്കപ്പോൾ തോന്നുന്ന ശരിതെറ്റുകൾ അമീർ പറഞ്ഞ ശരിയല്ലേ ഭാമേ? ആ മനസാക്ഷി നിന്നെ ചതിച്ചു. അതിന്റെ തെളിവാ പോലീസ് ജീപ്പിൽ ഇപ്പോ കാരാഗൃഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സുസ്മിത. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.